أما بعد أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة ومن كل شد ذي شد يا رب العالمين. وخير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة غير حسنة بدعة وكل بدعة ضلالة وكل ضلالة في النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إن تنصروا الله ينصركم ويثبت أقدامكم. صدق الله مولانا العلي العظيم. إني نزيلك والنزيل لديك يا خير الأنام بكل خير يعتدي وعليك منا كل وقت دائما أزكى الصلاة مع سلامي سرمدي وعلى صحابتك الكرام جميعهم والتابعين لهم بخير فاجهدي. അനുഗ്രഹപൂരിതമായ ഈ മജ്ലിസിന് എല്ലാ നിലയിലും നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ, മറ്റു സദസ്സിൽ ഉപവിഷ്ടരായ അഭിവന്ദരായ സാദാത്യങ്ങളെ, പണ്ഡിത മഹത്തുക്കളെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ മനഃപ്പാഠമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ അൻവാറുൽ ഹുദ എന്ന മഹത്തായ ദീനീ സ്ഥാപനത്തിൽ എത്തിച്ചേർന്ന് വളരെ പ്രതീക്ഷയോടുകൂടെ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് കഠിനമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമുകളായ കൊച്ചനുജന്മാരെ, സഹോദര സഹോദരിമാരെ, യുവ സുഹൃത്തുക്കളെ, റഹ്മാനുർ റഹീമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ഒത്തുചേരൽ സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർക്കും നാളെ സ്വർഗീയ ജന്നാത്തുൽ ഫിർദൗസിന്റെ പർദീസയിൽ ആദരവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുകൊണ്ട് പടച്ച റബ്ബാകുന്ന സൗന്ദര്യത്തിന്റെ സൗന്ദര്യമായ ഈ പ്രപഞ്ചത്തിന്റെ എല്ലാമായ നമ്മുടെ സൃഷ്ടാവായ റബ്ബിനെ ആസ്വദിക്കാനുള്ള തൗഫീഖ് റഹ്മാനുർ റഹീമായ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളോട് ഒരുപാട് വിഷയങ്ങളിൽ ദുആ കൊണ്ട് ഏൽപ്പിച്ച ആളുകളുണ്ട്. ഈ മജ്ലിസിൽ ദുആ പ്രതീക്ഷിച്ചുകൊണ്ടും ഇജാബത്ത് പ്രതീക്ഷിച്ചുകൊണ്ടും എത്തിച്ചേർന്നവരുണ്ട്. റഹ്മാനുർ റഹീമായ അല്ലാഹുവേ, ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഞങ്ങൾക്കൊക്കെ വേണ്ടി നിർവഹിച്ച പ്രാർത്ഥനയെ നീ ഖബൂലാക്കണമേ റഹ്മാനെ. ഇവിടെ എത്തിച്ചേർന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും കാലടിയുടെ ഖദർ കണ്ട് ഞങ്ങളുടെ ദർജകൾ ഉയർത്തുകയും പാപങ്ങൾ പൊറുക്കുകയും ചെയ്യണമേ റഹ്മാനെ. ഇജാബത്ത് കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഞങ്ങളെ സമീപിക്കുമ്പോൾ എല്ലാ പൈശാചികതയിൽ നിന്നും വഴികേടിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് തെളിഞ്ഞ ഖൽബോടുകൂടെ നിറഞ്ഞ ഓർമ്മയോടുകൂടെ കലിമത്തും തയ്യിബ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന
ആ മഹോന്നതമായ വചനം ഉറക്കെ ഉച്ചരിക്കാൻ ഞങ്ങളുടെ ഒത്തുചേരൽ നീ കാരണമാക്കണമേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ളവരെ, നമ്മുടെ മഹത്തായ രാജ്യം അതിന്റെ 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിലാണ് നമ്മൾ ഉള്ളത്. ഇന്ത്യ എന്ന ഈ പവിത്രമായ ഭൂമികയെ വ്യത്യസ്തമായ സന്ദർഭങ്ങളിലായി പകുത്തെടുക്കാൻ ശ്രമിച്ച ആളുകളെ മുഴുവനും ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ ജാതീയതക്കും മതകീയമായ ചിന്തകൾക്കും അതീതമായി ഉറച്ചു നിന്നുകൊണ്ട് ചെറുത്തു തോൽപ്പിച്ച മനോഹരമായ സ്മരണ രാജ്യസ്നേഹികൾ ഓർത്തെടുക്കുന്ന സന്ദർഭം. ഒരുപാട് വേവലാതികളും പ്രയാസങ്ങളും ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യയിലെ ജനസമൂഹം എന്ന നിലക്ക് നമുക്കൊക്കെ ഉണ്ടെങ്കിലും നമ്മളൊക്കെ ഈ മഹത്തായ രാജ്യത്തിന്റെ ഈ സന്തോഷത്തിൽ 100% നിറഞ്ഞ മനസ്സോടുകൂടെ പങ്കുചേരുകയാണ്. അതോടൊപ്പം തന്നെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എല്ലാം നൽകിയ നമ്മുടെ പ്രപിതാക്കളായ മഹത്തുക്കളെ ഓർക്കുകയും പ്രാർത്ഥനാനിരതമായ മനസ്സോടുകൂടെ അവരിലേക്ക് ഞങ്ങളെയും അവർ ഉറച്ചു നിന്നിടത്ത് ഞങ്ങളെയും നിർത്തേണമേ എന്ന പ്രാർത്ഥന കൊണ്ട് നാം പ്രിയപ്പെട്ടവരെ കൂടുതൽ ഊർജ്ജസ്വലത നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയുമാണ്. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. നമ്മുടെ രാഷ്ട്രത്തിന്റെ ശില്പികൾ സ്വപ്നം കണ്ട സാഹചര്യത്തിലൂടെയല്ല, അല്ലെങ്കിൽ അവസ്ഥയിലല്ല നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്. ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത് ജനാധിപത്യവും മതേതരത്വവുമാണ്. അത് രണ്ടും സത്യത്തിൽ അരുകുവൽക്കരിക്കപ്പെടുകയും അതിനെ ഇല്ലായ്മ ചെയ്യാനുള്ള ശക്തമായ ശ്രമങ്ങൾ ഇപ്പൊ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളൊക്കെ നമുക്കറിയാം. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ജനാധിപത്യത്തെ, രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തിയായ ജനാധിപത്യം, ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന, ജനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു സംവിധാനം, ആ സംവിധാനത്തെ 100% അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യത്ത് നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആരെയും വേദനിപ്പിക്കാനോ കുറ്റം പറയാനോ വേണ്ടി പറയുകയല്ല. നാം ആഗ്രഹിക്കുന്ന, നമ്മുടെ മുൻഗാമികൾ ആഗ്രഹിച്ച, ഈ രാജ്യത്തിന്റെ പിതാവ് ആഗ്രഹിച്ച ഒരു നല്ല ഇന്ത്യ എന്ന സ്വപ്നത്തിലൂടെയാണ് നമ്മളും മറ്റുള്ള ഇന്ത്യക്കാരെ പോലെ ഓരോ പുലരിയെയും സ്വീകരിക്കുന്നത്. പക്ഷെ കാര്യങ്ങൾ അങ്ങനെയല്ല മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ഒരു ഭാഗത്ത് ലക്ഷക്കണക്കിന് ആളുകളെ, ഓരോ പ്രദേശത്ത് തന്നെ ഇല്ലാത്ത ആളുകളെ കൊണ്ടുവന്നുകൊണ്ട് ഇല്ലാത്ത വിജയങ്ങൾ നേടിയെടുക്കുന്നു. മറുഭാഗത്ത് ബീഹാറിലൊക്കെ, നാളെ കേരളത്തിലും നമുക്ക് പ്രതീക്ഷിക്കാം, അവരുടെ ജീവിതത്തിന്റെ എല്ലാ സ്വപ്നങ്ങളും ചെറിയ കൂരകളിലായി സുരുക്കൂട്ടി വെച്ചത് വൻ ബിനാമിമാർക്കും വൻ ബിസിനസ്സുകാർക്കും വേണ്ടി തച്ചുടച്ച് വലിച്ചെറിഞ്ഞ് തെരുവിലേക്ക് കൊണ്ടുവന്നിട്ട് അവസാനം ഇന്ത്യയുടെ ഏറ്റവും വലിയ ഐഡന്റിറ്റികളിൽ ഒന്നായ വോട്ടർ പട്ടികയിൽ നിന്ന് അവരെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സാഹചര്യം. 65 ലക്ഷത്തോളം വരുന്ന ബീഹാറിലെ ജനങ്ങൾ മിക്കവാറും ഈ അവസ്ഥയിൽ വോട്ടർ പട്ടികക്ക് പുറത്തായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇന്ത്യയുടെ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും പ്രോജ്വലിപ്പിച്ചു നിർത്തണമെന്ന താല്പര്യത്തോടുകൂടെയുള്ള ശക്തമായ ശബ്ദങ്ങൾ നമ്മൾ രാജ്യത്തിന്റെ അകത്ത് നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് വലിയ പ്രതീക്ഷയാണ്. ഇതൊരു ഭാഗത്ത്. ഇതിലുമപ്പുറം ചരിത്രപരമായ വക്രീകരണവും ചരിത്രത്തെ തമസ്കരിക്കാനും കുഴിച്ചുമൂടാനുമുള്ള ശ്രമങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ കണ്ടുവരികയാണ്. ഇപ്പൊ കേന്ദ്രവും നമ്മുടെ സെൻട്രൽ സംവിധാനവുമായി ബന്ധപ്പെട്ട് പാഠപുസ്തക വിഷയങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ
ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശക്തമായി നിലകൊണ്ട ആളുകൾ, അവരൊന്നും ഇനി നമുക്ക് കാണാൻ കഴിയാത്ത, അല്ലെങ്കിൽ ആശയപരമായി തന്നെ ഇന്ത്യയുടെ എതിരാളികളോട് താദാത്മ്യം പ്രാപിക്കുന്ന ഒരു സമൂഹമായി വരുന്ന തലമുറയെ വളർത്തിയെടുക്കുക, അല്ലെങ്കിൽ വരുന്ന തലമുറ വളർന്നു വരുന്ന വിദ്യാഭ്യാസപരമായി ചരിത്രപരമായി വളർന്നു വരുന്ന ഒരു സാഹചര്യം പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ അതിവിദൂരമല്ലാതെ നമ്മൾ കാണേണ്ടി വരും. ഇവിടെ അതോടൊപ്പം തന്നെ നമുക്കൊക്കെ ഉള്ള ഒരു പരാതി, മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹത്തിൽ അവർക്ക് സ്വീകാര്യത നഷ്ടപ്പെടുന്നു എന്നതാണ്. ഞാനിത് പറയാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ ആമുഖം എന്ന നിലയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. തുടക്കമാണ് പ്രധാനം, അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനം. മഹാനായ ഖായിദുൽ ഖൗം ബാഫഖി തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ പറഞ്ഞു, സൗദി എന്ന് പറയുന്ന ഹറമൈനി ഉൾക്കൊള്ളുന്ന രാജ്യം, മക്കയും മദീനയും ഉൾക്കൊള്ളുന്ന നാട്, എന്റെ നാടിനോട് സമരം ചെയ്യാൻ വന്നാൽ ആ സമരമുഖത്ത് സൗദിക്കെതിരെ, സൗദിയക്കെതിരെ ശക്തമായി ഉറച്ചു നിൽക്കുന്നവരിൽ ഒന്നാമതായിട്ടുണ്ടാവുക ഞാനാണ് എന്ന. എന്തേ അവരെ കൊണ്ടൊക്കെ അത് പറയിപ്പിച്ചത്? അവരുടെ മുൻഗാമികളായ നമ്മുടെ നായകന്മാർ ഈ നാടിന്, രാജ്യത്തിന് വേണ്ടി നൽകിയ സംഭാവനകളോടുള്ള ശക്തമായ വിധേയത്വം. അതോടൊപ്പം തന്നെ രാജ്യസ്നേഹം എന്നത് നമ്മുടെ രക്തത്തിലും ഈമാനിലും ഉറച്ച് അലിഞ്ഞു ചേർന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായാലും ഈ രാജ്യത്തിനെതിരെ, രാജ്യത്തിന്റെ സംവിധാനങ്ങൾക്കെതിരെ ജനാധിപത്യ രീതിയിൽ അപ്പുറമുള്ള ഒരു പ്രതിഷേധത്തിനോ അല്ലെങ്കിൽ ഒരു വാക്കോ പ്രിയപ്പെട്ടവരെ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല. അത് പരിശുദ്ധ ഇസ്ലാം നമ്മളോട് താല്പര്യപ്പെടുന്നതാണ്. നമ്മുടെ ആവലാതി എന്താണ്? നമുക്ക് പൊതുസമൂഹത്തിൽ അംഗീകാരം ലഭ്യമാകുന്നില്ല. മുസ്ലിം ഉമ്മത്തിനെ, വിശ്വാസി സമൂഹത്തെ മാറ്റി നിർത്തപ്പെടുന്നു. ഇതൊരു പക്ഷേ സത്യമല്ല എന്ന് പറയാൻ നമുക്ക് കഴിയൂല. മുസ്ലിം വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ അത് വർഗീയമായി ചിത്രീകരിക്കപ്പെടുമോ, അല്ലെങ്കിൽ മറ്റുള്ളവർ അത് വേറൊരു കണ്ണുകൊണ്ട് കാണുമോ എന്നുള്ള ഒരു പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, ഭരണപരമായ സംവിധാനങ്ങൾ, ആ സംവിധാനങ്ങളാണ് നീതി നിഷേധത്തെ തടയാനും നീതി കൊണ്ടുവരാനും ഒക്കെ ഏറ്റവും വലിയ മാധ്യമമായിട്ടുള്ളത്. ഇന്ന് നമ്മുടെ ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ആകെ എല്ലാ സംവിധാനങ്ങളിലുമുള്ള മുസ്ലിം പേരുകൾ നമ്മൾ പരിശോധിച്ചാൽ 30-ൽ താഴെയാണ്. 543 അംഗങ്ങളുള്ള ലോക്സഭയിൽ വെറും 24 ആളുകൾ, 245 ആളുകളുള്ള രാജ്യസഭയിൽ 15-ൽ താഴെ അംഗങ്ങളാണ് പ്രിയപ്പെട്ടവരെ വ്യത്യസ്തമായ പാർട്ടികളിലായി മുസ്ലിം ഉമ്മത്തിനുള്ളത്. ഇങ്ങനെ എല്ലാ നിലക്കും നമുക്ക് ഉള്ളൊരു അരുകുവൽക്കരണം കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ മുസ്ലിം സമുദായത്തിന്റെ പിന്നോക്കാവസ്ഥ പഠിക്കാൻ വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് നിശ്ചയിക്കപ്പെട്ട സച്ചാർ കമ്മീഷൻ, അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അതിലും അപ്പുറമാണ് കാര്യങ്ങൾ. രാജ്യത്തെ ദളിതരെക്കാൾ പിറകിലാണ് മുസ്ലിം സമൂഹമുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിലുള്ളത്. മാത്രമല്ല, വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കമാണ്, ദാരിദ്ര്യരേഖക്ക് താഴെയാണ്. അധികം ആളുകളും താമസിക്കുന്നത് ചേരി പ്രദേശങ്ങളിലാണ്. എന്നിട്ടും കൂടുതൽ പാർശ്വവൽക്കരണം നടന്നു വരികയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു, 2 സഹോദരിമാർ, കന്യാസ്ത്രീകളായ സഹോദരിമാർ, അവരന്യായമായി അറസ്റ്റ് ചെയ്യപ്പെടുകയും രാജ്യം മുഴുവനും അവർക്ക് വേണ്ടി ശബ്ദിക്കുകയും അവരെ മോചിപ്പിക്കപ്പെടുകയും ചെയ്തു. മുസ്ലിം നേതാക്കന്മാരും നമ്മളുമൊക്കെ അതിനോട് ചേർന്ന് നിന്നു. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ ഇവിടെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത്, ആയിരക്കണക്കിന് പാവപ്പെട്ട സമുദായത്തിന്റെ ആളുകൾ രാജ്യത്തെ വ്യത്യസ്തമായ ജയിലുകളിൽ നമുക്ക് കാണാൻ കഴിയും. അവർ ചെയ്ത തെറ്റെന്താണെന്ന് നമുക്ക് അറിയില്ല, അവർക്കും അറിയില്ല. പലരും വിചാരണ തടവുകാരാണ്. വർഷങ്ങൾ കഴിഞ്ഞ് പല കോടതികളും അവരോട് നിങ്ങൾ കുറ്റക്കാരല്ല, നിങ്ങൾക്കെതിരെ തെളിവില്ലെന്ന് പറഞ്ഞ് വെറുതെ വിടുന്ന സാഹചര്യം. പക്ഷെ 30, 40, 20 ഒക്കെ വർഷം നഷ്ടപ്പെട്ട അവരുടെ ജീവിതം ആരാണ് പ്രിയപ്പെട്ടവരെ അവർക്ക് തിരിച്ചു കൊടുക്കുക? ആരാണ് നഷ്ടപരിഹാരം കൊടുക്കുക? അപ്പൊ ഇങ്ങനെ മൊത്തത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ചില പ്രയാസങ്ങൾ നമ്മൾ കണ്ടുവരികയാണ്. ഈ പ്രയാസങ്ങളും അവഗണനകളും നമ്മൾ കാണുമ്പോൾ
കൃത്യമായ ഒരു പഠനം നമ്മുടെ ഭാഗത്ത് നിന്ന് ആവശ്യമല്ലേ പ്രിയപ്പെട്ടവരെ? ഈ അവഗണനക്കും അല്ലെങ്കിൽ പാർശ്വവൽക്കരണത്തിനും ഭൗതികമായ കാരണങ്ങൾ ഉണ്ടാവാം. അതിലേറെ വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം മതപരമായ ദീനിയായ അടിസ്ഥാനപരമായ ചില കാരണങ്ങൾ ഇതിനുണ്ട്. ആ കാരണങ്ങൾ നമ്മൾ കൃത്യമായി പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ പരിഗണിക്കുന്ന, പടച്ച റബ്ബിനെ ബഹുമാനിക്കുന്ന, അല്ലാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വഴിയിൽ നിന്ന് മുസ്ലിം ഉമ്മത്ത് അകന്നുപോയി എന്നതാണ് അടിസ്ഥാനപരമായി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ അവഗണിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അതൊരു രാജ്യത്ത് മാത്രമല്ല, ലോകാടിസ്ഥാനത്തിൽ തന്നെ അങ്ങനെയാണ്. ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും എന്നതാണ് പടച്ച റബ്ബിന്റെ നയമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. മിൻ അഅ്ളമിൽ ദുൽമി വൽ ജഹ്ലി, ഏറ്റവും വലിയ വിവരമില്ലായ്മ, ഏറ്റവും വലിയ താൻ തന്നോട് ചെയ്യുന്ന അക്രമം എന്ന് പറയുന്നത് എന്നെ ആളുകൾ അറിയണം, ആളുകൾ ബഹുമാനിക്കണം, ആളുകൾക്കിടയിൽ എനിക്ക് ആദരവുണ്ടാവണം. ഈ നിലക്ക് വിശ്വാസികൾ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. പിന്നെയോ അല്ലാഹുവിൽ നിന്ന് ലഭ്യമാകുന്ന ആദരവ്, ബഹുമാനം, ഈ ഒരു ചിന്ത, ഇതെനിക്ക് കിട്ടണമെന്ന ചിന്തയിൽ നിന്ന് അകന്ന് ജീവിക്കുക. മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയില്ലാതിരിക്കുക. അള്ളാഹുവിനെ ആദരിക്കുന്നതിൽ നിന്നും അള്ളാഹുവിന്റെ ആ റിളാ പൊരുത്തം തനിക്ക് കിട്ടണം എന്ന ചിന്തയിൽ നിന്നും മുസ്ലിം ഉമ്മത്ത് മാറി ജീവിക്കുക. ഭൗതികമായ താല്പര്യങ്ങൾ, ആദരവുകൾ, ബഹുമാനമായ ഭൗതികമായ സ്ഥാനമാനങ്ങൾ, അവിടെ മുസ്ലിം ഉമ്മത്തിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം ഒടുങ്ങിപ്പോകുക. ഇതാണ് പ്രിയപ്പെട്ടവരെ അവഗണനയുടെ ദീനിയായ കാരണം, അടിസ്ഥാനപരമായ കാരണം ഇതാണ്. വിശുദ്ധ ഖുർആൻ അതാണ് ഓർമ്മപ്പെടുത്തിയത്. മഹാന്മാരായ പണ്ഡിതന്മാർ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? ഇത് ഏറ്റവും വലിയ ആക്രമണമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പൊരുത്തവും അവന്റെ തൃപ്തിയും ബഹുമാനവും മാറ്റിവെച്ചിട്ട് ആളുകളിൽ നിന്നുള്ള ജാഹ്, അവരിൽ നിന്നുള്ള ബഹുമാനം ആഗ്രഹിച്ച് ഇലാഹായ റബ്ബിനെ കുറിച്ച് ചിന്തയില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് ഏറ്റവും വലിയ അക്രമമാണ്, വിവരമില്ലായ്മയാണ് എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് പറയാൻ എന്താ കാരണം? അത് വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിലാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ റബ്ബ് സഹായിക്കും. അല്ലാഹുവിന്റെ ദീനിനെ നിങ്ങൾ സഹായിക്കുന്നവരാണോ? ദീനനുസരിച്ച് എന്താ സഹായം പ്രിയപ്പെട്ടവരെ? ആ ദീനനുസരിച്ച് കൊണ്ട് ജീവിക്കുക എന്നതാണ്. ഇവിടെ അംബിയാ നിർവഹിച്ച ജോലി അതാണ്. അതുപോലെ തന്നെ മുർസലീങ്ങള്, അല്ലാഹുവിന്റെ അംബിയാ മുർസലീങ്ങളും അവരെ പിന്തുടർന്ന് വന്ന ആളുകളും നിർവഹിച്ച ഉത്തരവാദിത്തം അതാണ്. സ്വന്തം ജീവിതത്തിൽ, വിശ്വാസത്തിലും കർമ്മത്തിലും തന്റെ കുടുംബത്തിലും ദീൻ ഉണ്ടാക്കുക. ഇതാണ് റബ്ബിന്റെ ദീനിനുള്ള സഹായം, റബ്ബിനുള്ള സഹായത്തിൽ ഏറ്റവും പ്രധാനമായത്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ റബ്ബ് നിങ്ങളെ സഹായിക്കും. എത്ര വലിയ പേമാരി ഉണ്ടായാലും കൊടുങ്കാറ്റുണ്ടായാലും വയുസബ്ബിത്ത് അഖ്ദാമക്കും, നിങ്ങളെ കാൽപാദങ്ങളെ പടച്ച റബ്ബ് ഉറപ്പിച്ചു നിർത്തുന്നതാണ്. നിങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ, നിങ്ങളെ കടപുഴക്കാൻ ഒരു ശക്തിക്കും കഴിയൂല. നമുക്കൊക്കെ ഭക്ഷണം കിട്ടിയാൽ അതിന്റെ കൂടെയുള്ള വിഭവങ്ങൾ കുറഞ്ഞു പോകുമ്പോ പ്രിയപ്പെട്ടവരെ അതില്ലേ ഇതില്ലേ എന്നൊക്കെ നമ്മൾ ഉമ്മാരോട് ചോദിക്കാറുണ്ട്, ഭാര്യമാരോട്, വീട്ടിലുള്ളവരോട് ചോദിക്കാറുണ്ട്. എന്നാൽ എന്റെ പൊന്നുമ്മ, എനിക്ക് ഭക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ, കുടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഈ ആധുനിക ലോകമെന്ന് പറയുന്ന, ഈ AI യുഗമെന്നൊക്കെ പറയുന്ന, വളരെ പുരോഗമനമെന്ന് പറയുന്ന ഈ കാലത്തും മനുഷ്യന് പട്ടിണി കിടന്ന് മരിക്കുന്നത് നമ്മൾ ലൈവായി കാണുന്നില്ലേ? ഖബറിലേക്കൊരു മനുഷ്യനെ വെച്ചാൽ ആ മനുഷ്യന്റെ ശരീരം എല്ലുകളിൽ നിന്ന് വേർപ്പെടും, എല്ലും മണ്ണിനോട് ചേരും.
പ്രിയപ്പെട്ട സഹോദരന്മാരെ, സാധാരണ മനുഷ്യന്റെ അവസ്ഥ ഏതാണ്? എന്നാൽ ഗസയിലെ നൂറുകണക്കിനല്ല ലക്ഷോപലക്ഷം വരുന്ന പാവപ്പെട്ട മനുഷ്യരുടെ അവസ്ഥ എന്താണ്? അവരുടെ അവസ്ഥ എന്താ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ? അവരിൽ ജീവനുണ്ട് എന്നതിലപ്പുറം അവരുടെ ശരീരമെല്ലാം മെലിഞ്ഞുപോയി. കാശ്മീരിയൻ ആപ്പിളിനെ തോൽപ്പിച്ച് കളയുന്ന ഫലസ്തീനിലെ കുഞ്ഞുമക്കള്, ആ കുഞ്ഞുമക്കളുടെ അവസ്ഥ അല്ലാഹുവേ, ഞങ്ങളൊക്കെ നിന്റെ മുമ്പിൽ ദുർബോധിപ്പിക്കുകയാണ്. ആ മക്കളെങ്ങാനും നാളെ റബ്ബിന്റെ മുമ്പിൽ വെച്ചിട്ട് നമുക്ക് ഭക്ഷണം തികയുന്നില്ല, കഴിക്കാനും കളയാനും പ്രൗഢി കാണിക്കാനും, അവിടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് തരാതെ ലഭിക്കേണ്ട ഭക്ഷണം എന്തുകൊണ്ട് പടച്ച റബ്ബേ ഇവരങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ പരാജയമായിരിക്കും അവിടെ. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതോടൊപ്പം ലോകത്തെ വൻ ശക്തികളാണ്, വൻ കമ്പനികളാണ് ഈ പാവപ്പെട്ട മക്കളെ അവരെ വിശ്വാസത്തിന്റെ പേരിൽ, അതാണ് അടിസ്ഥാനപരമായിട്ടുള്ളത്. അവർക്ക് വെള്ളം നൽകാതെ, ഭക്ഷണം നൽകാതെ ലോകം കണ്ട മാരകമായ ആയുധങ്ങളെ കൊണ്ട് അവരെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അവരെ നേരിടാൻ ഹയ്യുൽ ഖയ്യൂമായ റബ്ബിന് മാത്രമേ കഴിയൂ. അല്ലാഹുവേ, ആ സമുദായത്തെ ഇഞ്ചിഞ്ചായി ഞങ്ങളുടെ സഹോദരങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്ന തീവ്ര വലതുപക്ഷത്തിന്റെ സയണിസത്തിന്റെ ആളുകളെ നീ പാഠം പഠിപ്പിക്കണേ റഹ്മാനെ. അവർക്ക് എന്താണോ അർഹമായത് അത് നീ നൽകണേ റഹ്മാനെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദുആ ചെയ്യാം. മനുഷ്യത്വത്തിനെതിരെ നിൽക്കുന്നവർ ആരായിരുന്നാലും അവർക്കെതിരെ നമ്മുടെ ദുആ ഉണ്ടാവണം. അവിടെ മതവും ജാതിയൊന്നല്ല പ്രശ്നം. മനുഷ്യനെതിരെ നിൽക്കുന്നവർക്കെതിരെ നമ്മുടെ പ്രാർത്ഥന ഉണ്ടാവണം, നമ്മുടെ മനസ്സുണ്ടാവണം. ഞാൻ എന്തിനാ ഗസയെ പറഞ്ഞത്? വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളെ കാൽപാദങ്ങളെ പടച്ചറബ് ഉറപ്പിച്ചു നിർത്തും. ഈ ശക്തമായ പട്ടിണിയിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് ഗസയിൽ ഒരൊറ്റ കുട്ടിയും തള്ളി പറഞ്ഞില്ല, ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അവർക്കറിയാം ഇത് നൈമിഷികതയാണ്, ഇത് നൈമിഷികതയാണ്. ഇവിടെ നിന്ന് ഷഹാദത്തിന്റെ ആ പ്രൗഢിയോടുകൂടെ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് അവർക്ക് പാറിച്ചെല്ലാൻ കഴിയും. കടന്നു ചെന്നാൽ ഒരിക്കലും മാലായിനും റാത്ത് വലാ ഉദിനും സമയത്ത് വലാ ഖത്തറ അലാ ഖൽബി ബശർ, ഒരു കണ്ണും കാണാത്ത, ചെവിയും കേൾക്കാത്ത, ഹൃദയത്തിന് ചിന്തിക്കാൻ ശേഷി കൊടുക്കാത്ത മനോഹരമായ സൗകര്യങ്ങളാണ് അല്ലാഹു അവർക്ക് ഒരുക്കി വെച്ചത് എന്ന് അവർക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹുവിനെ അവർ തള്ളിപ്പറയാത്തത്. എന്ത് പ്രയാസം ഉണ്ടായാലും അൽഹംദുലില്ലാ. ഇതാണ് പ്രിയപ്പെട്ടവരെ ചെറിയ കുട്ടി വരെ പറയുന്നത്. എന്തേ കാരണം? അല്ലാഹു ഈമാൻ കൊണ്ട് അവരെ സഹായിക്കുകയാണ്. പ്രതിസന്ധികൾ അത് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും പുതുമയല്ല, അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ നമ്മൾ ചോദിക്കും, എവിടെയാണ് നമ്മുടെ റബ്ബെന്ന്? നമ്മളെ റബ്ബ് എവിടെയാണെന്ന് ചൂരൽമലയില് അതുപോലെ തന്നെ മുണ്ടക്കൈയൊക്കെ പ്രശ്നം ഉണ്ടായപ്പോ ചോദിച്ചില്ലേ പ്രിയപ്പെട്ടവരെ പലരും? എവിടെയാണ് റബ്ബ്? അതാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖാലിയാണ്, ഖൽബിൽ റബ്ബില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത്. സന്തോഷം വരുമ്പോ നമുക്ക് റബ്ബിനെ ഓർമ്മയില്ല, സന്താപം വരുമ്പോ റബ്ബ് നമ്മുടെ കൂടെ നിൽക്കണം. അങ്ങനെ അല്ലാഹു നിൽക്കില്ല എന്നാണ് പരിശുദ്ധമായ ദീന് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, നിങ്ങൾ റബ്ബിനെ സഹായിക്കുന്നുവോ അല്ലാഹു നിങ്ങളെ കൂടെ ഉണ്ടാവും. വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളെ കാൽപാദങ്ങൾ പടച്ച റബ്ബ് നിങ്ങൾ അല്ലാഹു പ്രതിസന്ധികളിൽ ഉറപ്പിച്ചു നിർത്തും. എല്ലാ നിഅമത്തുകളും അല്ലാഹു നമുക്ക് തന്നിട്ട് വീണ്ടും റബ്ബിനോട് നന്ദി കേട് കാണിക്കുക എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിക്ക് ഭൂഷണമല്ലല്ലോ പ്രിയപ്പെട്ടവരെ. അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും അൻഹാറാ. വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. യുർസിലുസ്സമാഅലൈക്കും മിദ്റാറാ, പടച്ച റബ്ബ് നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് ധാരാളം വെള്ളം വർഷിപ്പിച്ചു തന്നില്ലയോ? മഴ വർഷിപ്പിച്ചു തരുന്നില്ലയോ? വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ, സമ്പത്തും സന്താനങ്ങളും നൽകിക്കൊണ്ട് നിങ്ങളെ പരിപോഷിപ്പിക്കുന്നില്ലയോ? നിങ്ങളെ സഹായിക്കുന്നുണ്ടല്ലോ പടച്ച റബ്ബ്. വയജ്അൽ ലക്കും അൻഹാറാ, ജന്നാത്ത്
വയജഅൽ ലക്കും ജന്നാത്ത്, നിങ്ങൾക്ക് തോട്ടങ്ങൾ നൽകുന്നില്ലയോ പടച്ച റബ്ബ്? വയജഅൽ ലക്കും അൻഹാറാ, അല്ലാഹു തആല നിങ്ങൾക്ക് ജലസേചന സൗകര്യവും ഒരുക്കി തരും. എന്നിട്ടും മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ, എന്തേ പടച്ച റബ്ബിനോട് ഒരു ബഹുമാനം നിങ്ങൾക്കില്ലാതെ പോയത്? അള്ളാഹുവിനോടുള്ളൊരു സ്നേഹത്തിൽ നിന്നുള്ള ഒരു ബഹുമാനം എന്തേ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത്? പരിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കുകയാണ്, ഏത് നിലക്ക് വഖദ് ഖലഖക്കും അത്വാറാ, വ്യത്യസ്തമായ ഘട്ടങ്ങളിലായിട്ടല്ലേ റബ്ബ് നിങ്ങളെ പടച്ചത്. ഉമ്മയുടെ അണ്ടവുമായി ഉപ്പയുടെ ബീജത്തിൽ നിന്ന് ഏതാനും അണുക്കളെ ചേർത്തി വെച്ചു. അത് രക്തപിണ്ഡമായി, അത് മാംസപിണ്ഡമായി, അത് എല്ലായി. ആ എല്ലിനെ മനോഹരമായ മാംസം കൊണ്ട് പൊതിഞ്ഞു. സുമ്മാൻശനാഹു ഖൽഖൻ ആഖർ, എന്നിട്ട് കാഴ്ച തന്നു, കേൾവി തന്നു, ആരോഗ്യം തന്നു, ആയുസ് തന്നു, എല്ലാം തന്നു. അതിലേക്ക് റൂഹ് തന്നു, ആത്മാവിനെ തന്നു. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്തു തന്ന റബ്ബ്, എന്നിട്ടും മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ, അല്ലാഹുവിന്റെ ആദരവും ലോകത്തിന്റെ ആദരവും പരസ്പരം പോരടിക്കാൻ വേണ്ടി നിങ്ങളെ ജീവിതത്തിൽ വരുമ്പോ റബ്ബിന്റെ ആദരവിന്റെ കൂടെ നിന്നിട്ട് ലോകം മുഴുവനും നിന്ദിച്ചാലും എന്നെ ഒന്നിനും കൊള്ളാത്തവനായി കണ്ടാലും എനിക്ക് എന്റെ റബ്ബിന്റെ പൊരുത്തമാണ് വേണ്ടത്, റിളയാണ് വേണ്ടതെന്ന് എന്തേ നിങ്ങൾ ചിന്തിച്ചു പോകാത്തതെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പൊ പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾ ന്യൂനപക്ഷമായി പോയതല്ല, നമ്മൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ അവഗണിച്ചു പോയി എന്നതാണ്. രക്ഷ എവിടെയാണ്? അല്ലാഹുവിനെ തിരിച്ചു പിടിക്കുന്നിടത്താണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെയും നമ്മൾ മറന്നു പോവരുത്. യൂഷിക്കുല്ലുമമു അൻ തദാലൈക്കും കമാ തദാഅൽ അക്ലതു ഇലാ കസ്അതിഹാ, വിശക്കുന്ന ആളുകൾ സുപ്രയിലേക്ക്, ഭക്ഷണത്തളികയിലേക്ക് കൈകൾ നീട്ടുന്നത് പോലെ ലോകരാജ്യങ്ങളും വൻശക്തികളും ആഭ്യന്തര ശക്തികളും ഒക്കെ നിങ്ങൾക്കെതിരെ കൈകൾ നീട്ടി വരും, നിങ്ങൾക്കെതിരെ ആക്രമിക്കാൻ വേണ്ടി വരും. അപ്പൊ സഹാബത്തിന് അത്ഭുതം. ഒരാൾ എണീറ്റിട്ട് ചോദിച്ചു, വമിൻ ഖില്ലത്തി യൗമഇദി യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ അന്ന് നമ്മൾ കുറവായത് കൊണ്ടാണോ, ഉമ്മത്ത് കുറവാണോ, ആളുകൾ കുറവാണോ ഉമ്മത്തില്? കാരണം ആയിരങ്ങളും വെറും തുച്ഛമായ സഹാബത്ത് അവരുടെ ഈമാൻ കൊണ്ട് നേരിട്ട പാരമ്പര്യമാണ് അവർക്കുള്ളത്. അപ്പുറത്തുള്ളതൊന്നും അവിടുത്തെ ആയുധ പെരുപ്പമോ ആൾപ്പെരുപ്പമോ ഒന്നും അവർക്ക് തടസ്സമായിരുന്നില്ല. കാരണം ഈമാനിന്റെ നക്ഷത്ര ഗണികളായിരുന്നു അവര്. അപ്പൊ അവര് വിചാരിച്ചത് ആള് കുറവായി പോയത് കൊണ്ടാണോ എല്ലാവരും ആക്രമിക്കാൻ വരുന്നത് എന്നാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകര് പറഞ്ഞു, ബല്ലംതും യൗമഇദിൻ കസീർ, അന്ന് നിങ്ങൾ കുറവല്ലെന്ന് മാത്രമല്ല ഒരുപാട് ലോക ജനസംഖ്യയിൽ നിങ്ങൾക്ക് സ്വാധീനമുണ്ടാകും. പക്ഷേ വലാകിന്നക്കും ഗുസാഉം കഗുസായിസൈൽ, നിങ്ങൾക്ക് സമീപം ഒഴുകുന്ന ഒലിവെള്ളമുണ്ടല്ലോ, അതിന്റെ മീതെ ഒഴുകുന്ന ചപ്പുചവറുകളെ പോലെ മാത്രം അകക്കാമ്പ് നഷ്ടപ്പെട്ട വെറും ബോഡി മാത്രമായിരിക്കും എന്റെ സമുദായം. ആ സമയത്ത് നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സിൽ അല്ലാഹു നിങ്ങളെ തൊട്ടിട്ടു, നിങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് കൊടുത്തിരുന്ന ഒരു ബഹുമാനമുണ്ടായിരുന്നു, ഒരു ഭയമുണ്ടായിരുന്നു. അത് പടച്ച റബ്ബ് അങ്ങോട്ട് ഊരിയെടുക്കും. ആ സമയം വന്നാൽ അതങ്ങോട്ട് ഊരിയെടുക്കും. പിന്നെ നിങ്ങൾക്ക് അവരെ ഭയമായിരിക്കും എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈവായി നമ്മൾ അനുഭവിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മളാവുക, അള്ളാഹുവിനെയും റസൂലിനെയും എല്ലാ നിലക്കും നമ്മൾ സ്വീകരിക്കുക. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാം ഖലീഫ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാദിസിയയിൽ പേർഷ്യക്കാരോട് ശക്തമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന സൈന്യത്തിന് നേതൃത്വം നൽകുന്ന തന്റെ സർവ്വ സൈന്യാധിപനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന് അയച്ചൊരു കത്തുണ്ട്. ആ കത്ത് ലോകത്ത് ഖിയാമത്ത് നാൾ വരെയുള്ള സത്യവിശ്വാസികളുടെ നിലനിൽപ്പിന്റെ ആധാരമാണ്. എന്താണ് അവിടെ നിന്ന് പറഞ്ഞത്? അമ്മാ ബഅദ്, അല്ലയോ സഅദേ, നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. ബിസ്മിയും ഹന്തുമൊക്കെ കഴിഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരികയാണ്. ഫൈനിയാമുറുക വമൻ മഅക മിനൽ അജ്നാദ്, തങ്ങളോടും താങ്കളുടെ കൂടെയുള്ള സൈനികരോടും ഞാൻ കൽപ്പിക്കുകയാണ്. ബിത്തഖ്വല്ലാഹ്, ആളുകൾക്കിടയിലാണെങ്കിലും
താനും തന്റെ മൊബൈലും സ്വന്തമായ സമയമാണെങ്കിലും അല്ലാഹുവിനെ മറക്കുന്ന ഒരു പ്രവർത്തനം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അല്ലാഹുവിനെ തഖ്വ ചെയ്യൽ കൊണ്ട് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുകയാണ്. അലാ കുല്ലി ഹാൽ, പോരാട്ട ഭൂമിയിൽ എന്തൊക്കെ മാറ്റത്തിലും കാലാവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടായാലും സാഹചര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായാലും ശത്രുവിനെതിരെയുള്ള ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് തഖ്വയാണ്. നമുക്കില്ലാതെ പോയതും അതാണ്. അല്ലാഹു നമ്മുടെ ഖൽബുകളിൽ തഖ്വ നിറച്ചു തരുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, നമുക്ക് ദുആ ചെയ്യാം. നമുക്ക് നഷ്ടപ്പെട്ടു പോയതാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം. ശത്രുവിനെതിരെയുള്ള ഏറ്റവും വലിയ ആയുധം തഖ്വയാണ്. യുദ്ധഭൂമികയിലുള്ള ഏറ്റവും വലിയ തന്ത്രവും അതാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെയോ സഅദേ, നിങ്ങൾ നിങ്ങളെ ശത്രുവിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് സൂക്ഷിക്കുന്നതിനേക്കാൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്കിടയിൽ ദോഷങ്ങൾ സംഭവിച്ചു പോകുന്നതാണ്. താങ്കൾക്കിടയിലും താങ്കളുടെ കൂടെയുള്ള സൈനികർക്കിടയിലും തെറ്റുകൾ വരുന്നത് നിങ്ങൾ സൂക്ഷിക്കണേ. ഏതിനേക്കാൾ? ശത്രുക്കളെ സൂക്ഷിക്കുന്നതിനേക്കാൾ. ഒരു സൈന്യം തെറ്റുകാരായി മാറുക എന്നത് അവരുടെ ശത്രുക്കളെക്കാൾ അവരേറ്റവും ഭയപ്പെടേണ്ടതാണ്, ഭയപ്പെടേണ്ട വിഷയമാണ്. അതുകൊണ്ട് നിങ്ങൾ തഖ്വയിലായിരിക്കണം മുന്നോട്ട് പോവേണ്ടത്. എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായാലും റബ്ബിനെ നിങ്ങൾ വിട്ടുപോവരുത്. അതോടൊപ്പം തെറ്റുകൾ വരുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. തീർച്ചയായും നിങ്ങളുടെ ദൗത്യം ഈ നിലക്ക് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വിജയിച്ച് തിരിച്ചു വരാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിതത്തിൽ അല്ലാഹുവിനെ ഭയപ്പെടണം. അപ്പൊ മഖ്ലൂഖ്, അല്ലാഹുവിന്റെ സൃഷ്ടികൾ നമ്മളെ ഭയപ്പെടും. അല്ലാഹുവിനെ നമ്മൾ ബഹുമാനിക്കണം. പടച്ച റബ്ബിന്റെ സൃഷ്ടികൾ നമ്മളെ ബഹുമാനിക്കും, നമ്മൾ ആദരിക്കും. മാപ്പിളമാരെ ഇന്നലകളിൽ കണ്ടതുപോലെ മഹാപിള്ളമാരായി മറ്റുള്ളവർ ആദരവോടുകൂടെ നോക്കിക്കാണുന്ന ഒരു അവസ്ഥയുണ്ടാകും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർ-റഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിന الصراطal മുസ്തഖീം. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.